ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഹാൻഡ് എംബ്രോയ്ഡറി ആണ്. ഫസ്റ്റ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്തത്. ശേഷം ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു. ശേഷം നമ്മൾ വിപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു. ഇന്ന് ചെയ്യുന്നത് വിപ്പ്ഡ് റണ്ണിങ് വേവ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഒരു കളർ നൂലുപയോഗിച്ച് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം വേറൊരു കളർ നൂലുപയോഗിച്ച് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, തുടക്ക പോയിൻറ്റിൽ കൊണ്ടുവന്നതിന് ശേഷം ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ നൂലിഴയുടെ അടിയിൽ കൂടി താഴ്വശത്തോട്ടാണ് എടുക്കുന്നത്. നൂലിനെ സെക്കൻഡ് സ്റ്റിച്ച് വരുമ്പോൾ നമ്മൾ നൂലിനെ മുകളിലോട്ട്, സൂചി മുകളിലോട്ടാണ് ഇരിക്കേണ്ടുന്നത്. തേർഡ് സ്റ്റിച്ച് വരുമ്പോൾ നമ്മൾ താഴ്വശത്തോട്ടാണ് സൂചി എടുക്കുന്നത്. അങ്ങനെ രണ്ട് ദിശയിലുമായിട്ടാണ്, മുകളിലും താഴെയുമായിട്ടാണ് ഈ വേവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ നൂലിഴയുടെ അടിയിൽ കൂടി മാത്രമാണ് സൂചി എടുക്കേണ്ടുന്നത്. അപ്പോൾ വിപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തത് നമ്മൾ ഒരേ ദിശയിൽ തന്നെ ആയിരുന്നു. ഇനി നമ്മൾക്ക് മുകളിലോട്ടാണ് സൂചി എടുക്കേണ്ടുന്നത്. ആ സ്റ്റിച്ചിൻ്റെ അടിവശത്തു കൂടി തന്നെ മുകളിലോട്ട്, അടുത്തത് താഴ്വശത്തോട്ടാണ് സൂചി എടുക്കേണ്ടുന്നത്. ഇനി മുകളിലോട്ടാണ് നൂല് കൊണ്ടുപോകേണ്ടുന്നത്. നെക്സ്റ്റ് താഴ്വശത്തോട്ട്. അപ്പോൾ ഞാൻ 4 നൂലാണ് എടുത്തിരിക്കുന്നത്. 4 സ്ട്രാൻഡ്സ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെ മുകളിലും താഴെ എടുത്ത് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് എൻഡായ ഭാഗത്താണ് നമ്മൾ സൂചി കുത്തി താഴ്വശത്ത് കൊണ്ടുവന്ന് കെട്ടിടേണ്ടുന്നത്. ഇപ്പോൾ വിപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ച് വേവ് സ്റ്റിച്ച് ഉപയോഗിച്ച് ഒരു ഫ്ലവർ ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു.